പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗൂഗിളിന്റെ VO3 എന്ന് പറയുന്ന മോഡൽ വന്നു കഴിഞ്ഞു. നമുക്ക് ഏത് ആനിമേഷൻ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയലിസ്റ്റിക് വീഡിയോ ആയിക്കോട്ടെ നിമിഷ നേരം കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. നമുക്ക് ചില എക്സാമ്പിൾസ് ആദ്യം കാണാം. എന്നിട്ട് ആ ഒരു ടൂൾ നമുക്ക് അതിനെ സൗജന്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. പോകുന്നടാ ചന്തേ പോണ് മുതലാളി. ഓക്കെ, ഇതേപോലെയുള്ള ആനിമേഷൻ വീഡിയോസ് നമുക്ക് ഒരു നിമിഷം കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. 1 മിനിറ്റ് മതി. ഒരു കമാൻഡ് കൊടുത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതേപോലെ ഒരു സിംഗിൾ കമാൻഡ് കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഒരു ഹോളിവുഡ് ലെവലിലുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാം. അതായത് അങ്ങനെയുള്ളൊരു വിഷ്വലാണ്. അതുപോലെ തന്നെ ശബ്ദത്തോടു കൂടി സംസാരിക്കാനും ഇതിനകത്ത് സാധിക്കും. ഇത് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. Welcome to Kerala. This is an AI generated video. ഇതേപോലെ നിരവധി സാധ്യതകളാണ് VO3 നമുക്ക് തരുന്നത്. ആനിമേഷൻ വീഡിയോസ് ഇപ്പോൾ ആർക്കും നിർമ്മിക്കാൻ സാധിക്കും. AI വീഡിയോസ് നമുക്ക് ഒരു സിംഗിൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിർമ്മിച്ചു തരും. അപ്പോൾ ഈ വിഷ്വൽസിനോടൊപ്പം തന്നെ ശബ്ദവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് VO3യുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ടൂള് പ്രസന്റ്ലി US മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് VPN ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. മാത്രമല്ല, ഏതാണ്ട് 25,000 രൂപ കോസ്റ്റ് വരുന്ന ആ ഒരു ടൂള് നമുക്ക് യഥാർത്ഥത്തിൽ ഫ്രീ ആയിട്ട് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു സ്റ്റുഡൻറ് വേർഷൻ ആണ്. ആക്ച്വലി US സ്റ്റുഡൻസിനുള്ള സ്റ്റുഡൻറ് വേർഷൻ ആണ്. അത് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് 25,000 രൂപ ആ ടൂളിന് മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രീ ആയിട്ടത് ഒരു 15 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചില ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. സ്റ്റുഡൻറ് വേർഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇതാണ്. 1.google.com എന്ന് പറഞ്ഞ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു ഗൂഗിൾ ക്രോമിൽ വന്നതിന് ശേഷം നമ്മളൊരു VPN ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അർബൻ VPN എന്ന് സെർച്ച് ചെയ്താൽ മതി. അർബൻ VPN ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ അർബൻ VPN നമുക്ക് ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ക്രോം വെബ് സ്റ്റോർ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ആഡ് ടു ക്രോം കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആഡ് ടു ക്രോം കൊടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ VPN ഇവിടെ ഇൻസ്റ്റാൾ ആവും. VPN ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് US ലൊക്കേഷൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ റിമൂവ് ഫ്രം ക്രോം ആണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റിമൂവ് ഫ്രം ക്രോം കാണിക്കുന്നത്. നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ VPN കിട്ടും. VPNിനകത്ത് US ലൊക്കേഷൻ കണക്ട് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് US സ്റ്റുഡൻസിനാണ് ആക്ച്വലി ഇപ്പോൾ പ്രസന്റ്ലി അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന, ഓക്കെ, ഇപ്പോൾ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കണക്റ്റഡ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ് വേർഷന് നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ഇതേപോലെ കാണിക്കും. ചില ഇമെയിൽ അഡ്രസ്സിൽ എലിജിബിൾ അല്ല എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ വേറൊരു പുതിയ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് VPN എല്ലാം കണക്ട് ചെയ്തിട്ട് ശ്രമിക്കുക. അപ്പം ജെമിനി ഇവിടെ 15 മാസത്തേക്ക് ഫ്രീ ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഏകദേശം $20 ഒരു മാസം വരും. അപ്പോൾ 15 മാസത്തേക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വെരിഫൈ സ്റ്റുഡൻറ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. വെരിഫൈ സ്റ്റുഡൻറ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ് ഇമെയിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഇവിടെ പറയാം. ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. eTempAmail.com ടെമ്പററി മെയിലാണ്. ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ടെമ്പററി ഇമെയിലുകൾ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ടെമ്പററി ഇമെയിൽസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിൽ ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ആ ടെമ്പററി ഇമെയിൽ കോപ്പി ചെയ്ത ഇമെയിൽ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇമെയിൽ വെരിഫൈ ആകാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ആ ടെമ്പററി ഇമെയിലിലേക്ക് വരുന്നതായിരിക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ആ ഒരു ടെമ്പററി ഇമെയിൽ അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ വെരിഫൈഡ് ആവുന്നത്, സ്റ്റുഡൻറ് ഇമെയിൽ വെരിഫൈഡ് ആവുന്നത്. ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ അടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മെയിൽ വന്നിട്ടുണ്ടോ നോക്കാം.
നമുക്ക് ഇപ്പോൾ ഇവിടെ ഇമെയിൽ വരുന്നതായിരിക്കും. മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. വെരിഫിക്കേഷൻ കോഡ് പോയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഗൂഗിളിൽ നിന്ന് വന്നിട്ടുള്ള മെയിലാണ്. ഞാൻ ആ ഒരു കോഡ് കോപ്പി ചെയ്ത് നമ്മുടെ വെരിഫിക്കേഷൻ ഏരിയയിൽ പേസ്റ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനകത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതാണ്. ഓക്കെ, യു ആർ എലിജിബിൾ ഫോർ ദ പ്രോ ഡിസ്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് സ്റ്റാർട്ട് ട്രയൽ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പേയ്മെന്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, പേയ്മെന്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ആ പേയ്മെന്റ് ആഡ് ചെയ്യാനുള്ള സ്ഥലം തൽക്കാലം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വിൻഡോയിൽ കൊടുത്തിരിക്കുന്ന payments.google.com എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇത് ഗൂഗിളിന്റെ പേയ്മെന്റ് ലിങ്കാണ്. അതായത് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഒരു പേയ്മെന്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ആഡ് പേയ്മെന്റ് മെത്തേഡ് കൊടുക്കുകയും ആഡ് പേയ്മെന്റ് മെത്തേഡിൽ നമ്മൾ ഈ ഒരു US അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബില്ലിംഗ് അഡ്രസ് എന്ന് പറയുന്നത് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് തന്നെയുണ്ട്. അത് ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. FakeXY എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അഡ്രസ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അഡ്രസ്സ് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് അഡ്രസ്സുകൾ ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. സിറ്റിയും അതേപോലെ തന്നെ സ്റ്റേറ്റും ഒക്കെ കൊടുക്കുക. അലാസ്ക, അതേപോലെ തന്നെ അവരുടെ സിപ്പ് കോഡ്, US സിപ്പ് കോഡ് എന്നാണ് പറയുന്നത് പിൻകോഡിന് പകരം. അപ്പോൾ ഇവിടെ അലാസ്കയും ഞാൻ ചൂസ് ചെയ്തു. സിപ്പ് കോഡും കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കൊരു കാർഡ്, അതായത് ഇന്റർനാഷണൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാർഡ് കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പക്ഷെ കാർഡിൽ നിന്ന് പൈസയൊന്നും പോകത്തില്ല. കാർഡ് വെരിഫിക്കേഷനുള്ള ഒരു $1 ആയിരിക്കും എടുക്കുന്നത്. കാരണം ഇത് സ്റ്റുഡൻറ് വേർഷൻ എന്ന് പറയുന്നത് 15 മാസത്തേക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മന്തും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. കൊടുത്ത് സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് അവിടെ സേവ് ആകും. ഓക്കെ, സേവ് ആയി കഴിഞ്ഞു. ഡൺ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇവിടെ വെരിഫൈ എന്നുള്ളതിലേക്ക് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ labs.google.com ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാൻ ചാറ്റിൻ്റെ വെച്ചിട്ടുണ്ട്, ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, labs.google.com. അതുകൂടെ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ട്രയൽ എന്നുള്ളതിൽ കൂടെ ക്ലിക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ട്രയലിൽ ക്ലിക്ക് ചെയ്യുക തൊട്ട് മുമ്പുള്ള വിൻഡോയിൽ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ്ഡ് എന്ന് കാണിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ വേർഷൻ, സ്റ്റുഡൻറ് സബ്സ്ക്രിപ്ഷൻ വേർഷനിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് സബ്സ്ക്രൈബ് നമ്മുടെ കാണിക്കേണ്ടതാണ്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഓക്കെ, ഗൂഗിൾ ഫ്ലോ ഓപ്പൺ ആയിട്ടുണ്ട്. ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഇവിടെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കും. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. വീണ്ടും സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിന്റെ വിഒ അടങ്ങുന്ന ഫ്ലോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ മാർക്കറ്റിംഗ് മെസ്സേജസ് റിസീവ് ഇതെല്ലാം കൊടുക്കുക. കണ്ടിന്യൂ, പ്രൈവസി പോളിസി എല്ലാം കൊടുക്കുക. ഓക്കെ, അതായത് ഇതേപോലെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. സബ്സ്ക്രൈബ് വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആക്ച്വലി നമുക്ക് സബ്സ്ക്രൈബഡ് എന്നാവുകയും അടുത്ത സ്റ്റെപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഓക്കെ, സബ്സ്ക്രൈബഡ് എന്ന് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഓക്കെ ഗോ ടു ഗൂഗിൾ ജെമിനി പ്രോ കൊടുക്കുകയാണെങ്കിൽ ജെമിനി പ്രോയിലേക്ക് വരികയും ഇത് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് വീഡിയോ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നേരത്തെ ആ ഒരു ആനിമേഷൻ വീഡിയോ നിർമ്മിച്ച ആ ഒരു പ്രോംപ്റ്റ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ആ പ്രോംപ്റ്റ് ഞാനിവിടെ കാണിക്കാം, എന്തായിരുന്നു ആ പ്രോംപ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ തന്നെ എഴുതിയുണ്ടാക്കിയ ഒരു പ്രോംപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ആ എഴുതിയുണ്ടാക്കിയ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് ക്രിയേറ്റ് എ പിക്സാർ സ്റ്റൈൽ വീഡിയോ ദാറ്റ് റിച്ച് ഓൾഡ് മലയാളി ലാൻഡ് ലോഡ് ഈസ് വാക്കിംഗ് ഓൺ എ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് കൂടി അതിനകത്തുണ്ട്. ഈ ഒരു ഇത് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്, ഈ ഒരു പ്രോംപ്റ്റ് കൂടി. ഇതാക്കി ഇവിടെ വീഡിയോ ക്രിയേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പിക്സാർ സ്റ്റൈൽ വീഡിയോ ആണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ലാൻഡ് ലോഡ് എന്താണ് സംസാരിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു വീഡിയോ നമ്മൾ ഗൂഗിൾ ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് റെഡി ആയിട്ട് നോക്കാം. എവിടെ പോകുന്നടാ? ചന്തേ പോണ് മുതലാളി. എവിടെ പോകുന്നടാ? ചന്തേ പോണ് മുതലാളി. അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള 1.5 മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന
വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നേരിട്ട് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.